അത് ഇറ്റു ഞാൻ പറഞ്ഞുതരാം. വൈകുന്നേരം സിറ്റുവേഷൻ ഉണ്ടെന്നിട്ടുമാരായിട്ട് ആരുമായിട്ടാ? ആണോ? അതിനടുത്ത് വന്ന് അവനോട് വണ്ടിയിൽ എന്താ എഴുതിച്ചെന്ന് വെച്ച്. അപ്പൊ അവൻ പറഞ്ഞു സത്യയുടെ അവന്റെ വണ്ടിയിൽ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അൾട്രോണു അൾട്രോൺ വെച്ചാൽ വായിക്ക വെച്ച്. അപ്പം തിരിച്ചു പറഞ്ഞു നിനക്കെന്താ വായിക്കാറോട് നിനക്കെന്താ വായിക്കാൻ കഴിവില്ല വെച്ച് ഇങ്ങോട്ട്. ഇങ്ങനെ തന്നെ വെച്ചവൻ. ഞങ്ങൾ മര്യാദക്ക് വെച്ചു. വള്ളിയായിട്ട് പോയതല്ലേ ഇവന്മാരായിട്ട്. ഇവന്മാര് പുതിയ ഗ്യാങ്ങാണ് വള്ളി എടുക്കണ്ട പറഞ്ഞു ഞാൻ അവനോട് അൾട്രോനോട്. വള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോ ഇവന്മാര് ഈ സെയിം ഡയലോഗ് ഇങ്ങോട്ട് അടിച്ച്. ഈ വണ്ടി നിനക്കെന്ത് വായിക്കാനുണ്ട് വിദ്യാഭ്യാസം അല്ലേ ചോദിച്ചു. നിനക്ക് വായിക്കാറില്ലെങ്കിൽ നീ വേറെ ആരെ കൊണ്ട് വായിക്കും. ഞാൻ വായിച്ചാൽ സൗകര്യം ഇല്ല എന്നോട് ഇങ്ങോട്ട്. അവൻ പറഞ്ഞു ഞാൻ കണ്ണേ വന്നിട്ട് പറഞ്ഞു നീ വായിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പൊ അവൻ എന്നെ വീഡിയോ ചെയ്തിട്ട് പോയി. പിന്നെ അവൻ TDM എന്തോ കയറിയിരുന്നു. പിന്നെ ഇറങ്ങിയിട്ടില്ല അവിടെ നിന്ന്. പിന്നെ ഇപ്പം കുറച്ച് സംസാരിച്ചു ഇപ്പം വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. പള്ളിയെടുക്കണ്ട ചോദിക്കാം. ഇപ്പത്തെ കാര്യമല്ല എന്ത് നിങ്ങളെല്ലാരും പറഞ്ഞു എനിക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പറയട്ടെ. നീ ഒന്ന് അടങ്ങ് പറയട്ടെ. എടാ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇവിടെ ഉച്ചക്ക് വണ്ടിന്റെ സൈഡിൽ എന്തോ ഇത് വെച്ചിട്ടുണ്ട്. എന്താ സത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവര് നിങ്ങളെ പുതിയ ഗ്യാങ്ങെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു നിനക്കെന്താ വായിക്കാരുടെ മര്യാദക്ക് നിനക്ക് വായിച്ചു. ഞാൻ അങ്ങോട്ട് മര്യാദക്ക് വെച്ചിട്ട് ഇത് വെച്ചേക്കുന്നത്. അപ്പം പറഞ്ഞു നിനക്കെന്താ വായിക്കാരുടെ നിനക്കെന്താ വിദ്യാഭ്യാസം അല്ലേ വെച്ച് ഇങ്ങോട്ട് വെച്ച്. നിനക്കെന്താ വായിക്കാൻ കഴിവില്ല വേറെ ആരെ കൊണ്ട് വായിപ്പിച്ചൂടെ ഇങ്ങോട്ട് വെച്ച്. അതിന്റെ ആവശ്യം എന്താ ചോദിച്ചാ അങ്ങ് ഗ്യാങ് വണ്ടിയിൽ എന്താ ചോദിച്ചെന്ന് ചോദിച്ചത്. അപ്പത്തേക്ക് നിന്റെ കൂടെ ഉള്ളതെന്ന് നേരത്തെ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് വിട്ടെന്ന് ആര് വിട്ടെന്ന് ഞാനാ സംസാരിച്ചത്. എന്നോട് ഉണച്ചവൻ ബ്രോന്റെ കൂടെ ഉള്ള നേരത്തെ പറഞ്ഞു. ബ്രോ അത് കുഴപ്പമില്ല വിട്ടേക്കെന്ന് പറഞ്ഞു. അത് വിട്ടേക്കുന്ന ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് എന്താ ഞാൻ നിങ്ങളെ കൂടെ ഉള്ളോട് പറഞ്ഞത് അവൻ വരുമ്പോ അവനെ കൂട്ടി ഗ്യാങ് ഹൗസ് നമുക്ക് സംസാരിച്ച് തീർക്കാന്നാ പറഞ്ഞത്. ഞാൻ കാര്യം പറയട്ടെ ബ്രോ ചോദിച്ചപ്പോ അവൻ വിചാരിച്ചു ഊക്കണ ഊക്കാന്ന് വെച്ചിട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ആദ്യം വായിച്ചു അതായത് കോറക്സ് എന്താ എത്തിച്ചേക്കുന്നത് നിങ്ങളുടെ സൈഡില്? കോറക്സോ അങ്ങനെ എന്തെങ്കിലും എത്തിച്ചേക്കുന്നത് ഗ്യാങ് വണ്ടിയുടെ സൈഡില്? കറാക്സ്. ആ സാധനം എനിക്ക് വായിച്ചു കിട്ടിയില്ല. അവൻ അൾട്രോൺ അതായത് എന്റെ കൂടെ അൾട്രോൺ പറഞ്ഞവനാണ്. അവരോട് പറഞ്ഞ പുതിയ ഗ്യാങ് ആണ് അങ്ങനെ വള്ളിയായിട്ട് സംസാരിക്കേണ്ട മര്യാദ സംസാരിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ ഇങ്ങോട്ടോട്ട് വരുന്നത്. ഊക്കുന്ന എങ്ങനെ നിനക്ക് തോന്നുന്നത്? ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ല ബ്രോ. അത് അറിയണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലേ. അല്ലല്ല വെയിറ്റ് നിങ്ങളെ കൂടെ ഇവിടെ സിറ്റിസൺ കേട്ടെന്ന് പറഞ്ഞു. നിങ്ങളെ കൂടെ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് എന്തോ കേവിക്കാരെന്തോ മാസാണ് ഗണ്ണെടുത്ത് എന്തോ അടിക്കാൻ നിൽക്കുന്നതൊക്കെ പറഞ്ഞു. അവനൊക്കെ പറയുന്നത് ഇപ്പൊ അവിടെ വണ്ടിക്കകത്ത് ഇപ്പൊ നിങ്ങൾ ഗ്യാങ് വണ്ടിക്കകത്ത് നിങ്ങളെ ഗ്യാങ് വണ്ടിക്കകത്ത് എല്ലാരും സംസാരിക്കല്ലോ. ഒരാൾ സംസാരിക്കില്ല. സംസാരിക്കുന്നേ എനിക്ക് പറ്റും. പറ നീ ഒരാള് പറ. ഒരു മിനിറ്റ് ബ്രോ. ഇപ്പൊ ബ്രോനോട് പറഞ്ഞില്ല ഞങ്ങള് ബ്രോ പറഞ്ഞു സംസാരിച്ചു തീർത്തതാന്ന്. എന്നിട്ട് ഈ ബ്രോ ഈ പലരും സംസാരിച്ചു തീർക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു സിറ്റുവേഷനാണ്. നീ ആരോട് സംസാരിച്ചു എന്ന് പറയുന്നത്? ബ്രോ ഞാൻ നേരത്തെ സംസാരിച്ചല്ലേ ബ്രോ അല്ലേ? ബ്രോ തന്നെ വിട്ടേ. ആര് വിട്ടെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞത് എന്താ? എടാ അവൻ വരുമ്പോ കൊണച്ചവൻ. എടാ ഞാൻ പറഞ്ഞു ഞാൻ ആ ഗണ്ണേം ചെയ്തപ്പോ എന്നെ വീടും ചെയ്തിട്ട് പോയി. അവൻ വരുമ്പോ അവിടെ സംസാരിച്ച് തീർക്കാം. അവനെ കൊണ്ട് ഗ്യാങ് ഹൗസ് നമുക്ക് നിങ്ങളെ കൂടെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് സംസാരിച്ച് തീർക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ അവൻ വരുമ്പോ അവനെ കൊണ്ടു അവനോട് എനിക്ക് സംസാരിക്കണം. ശനിയാഴ്ച നിങ്ങളെ ചെയ്താ? എടാ നിങ്ങൾ ചെയ്തു ആ കാര്യം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താ? കൂൾഡൗൺ കിട്ടാൻ മാറായാലേ. അല്ലല്ല വെയിറ്റ് ചെയ്യ്. അപ്പൊ നിങ്ങളെ കൂടുതലുള്ള പറഞ്ഞത് ആരാന്നും കൂടി അറിയില്ലാന്ന് എനിക്ക് പറഞ്ഞത്. ഇപ്പൊ നിൽക്കാൻ മനസ്സിലായത് ആളങ്ങനെ മനസ്സിലായത് എങ്ങനെ? ഞാൻ പറഞ്ഞുതരാൻ അവൻ മറ്റേ സ്കേറ്റ് ബോർഡ് ഉണ്ടെന്ന് റെഡ് മുടിയെന്നു. എടാ നിന്റെ ഗ്യാങ്ങാളെ 35 പേരെ നോക്കി നിൽക്കണോടാ. എന്റെ പൊന്നു ബ്രോ ഇവിടെ ട്രിഗറിംഗ് അല്ല ദൈവമേ സംസാരിക്കുകയാണ്. ഇത് ട്രിഗർ അല്ല ബ്രോ. എന്റെ ദൈവമേ അല്ലല്ല ദൈവത്തോട് നിങ്ങളല്ല ദൈവത്തോട് ബ്രോയുടെ പേര് കുട്ടൻ ബി പി എന്നാണോ? ഹലോ ബ്രോയുടെ പേര്? ആ നിക്കർ ബ്ലാക്ക് നിക്കർ നീ തന്നെ?
അവനെന്ന് വെച്ച് നീ കൊടുക്കൂ. എന്നെ ഇടയ്ക്ക് ഇറക്കി വിടുവോ? അവൻ വരുവാണെങ്കിൽ നൈറ്റ് വരുവാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. പക്ഷെ അവന് എടാ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞൂടെ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ ഓൾറെഡി കിടക്കില്ല. അവൻ വന്ന് കുണച്ചിട്ട് പോയതല്ലേ, ഓൾറെഡി സിറ്റുവേഷൻ കിടക്കാണ് ബ്രോ. അപ്പൊ എന്തായാലും ഞങ്ങളെ മെമ്പേഴ്സിന്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അല്ല ഞാൻ അവിടെ സോറി പറഞ്ഞു തീർത്തില്ലേ? അവിടെ നീ സോറി പറഞ്ഞതാ, ഞാൻ പറഞ്ഞത് ആരാന്ന് അറിഞ്ഞൂടാ ഈ ആരാന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞൂടാ. സ്കേറ്റിംഗ് ബോർഡ് റെഡ് മുടി വാസ്കോ അവര് സോറി പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അതല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ഇറ്റു. അതായത് ഇവന്മാരുടെ നമ്മളെ മെമ്പേഴ്സോടെ പറഞ്ഞു ഈ സംഭവം. അപ്പൊ അവന്മാരുടെ ഉള്ളിൽ അത് കിടക്കുക. അവൻ ഇപ്പോഴും വന്നിട്ടില്ല. അതായത് ആ പറഞ്ഞു കൊണച്ചവൻ ഇപ്പോഴും വന്നിട്ടില്ല. പേരായിരുന്നു അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ പേരെന്താ? നിങ്ങൾക്ക് അറിയത്തില്ല? അതാരാ? പേരെന്താ? ഞാൻ പറയട്ടെ, ഇപ്പം പറഞ്ഞ റെഡ് മുടി പിന്നെ സ്കേറ്റിംഗ് ബോർഡ് എന്നല്ലേ പറഞ്ഞേ? അതെ. ഓക്കെ, ഇപ്പം രണ്ടും ഒന്നിച്ചുള്ള ഒരാൾ നിങ്ങളുടെ ഗ്യാങ്ങിൽ കറന്റ് ഇല്ല. സിറ്റി സെന്റർസ് ആയിരുന്നു, ഗ്യാങ് ഡ്രസ് അല്ലേ ഇട്ടത്. നിങ്ങൾ ഗ്യാങ് വണ്ടി ആയിരുന്നു, ഗ്യാങ് ഡ്രസ് അല്ല, സിറ്റി സെന്റർസ് ആയിരുന്നു. അത് വേറൊരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ ഗ്യാങ് വണ്ടി ഹോട്ട് വെയർ ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഹോട്ട് വെയർ ചെയ്യാൻ പറ്റും. ചിലപ്പോ സിറ്റിസൺസ് വല്ല എടുത്തോണ്ട് പോയതല്ലോ ആയിരിക്കാം. അല്ല സിറ്റിസൺ അല്ല, അത് ഉറപ്പാ, 100% ഉറപ്പാ. അവനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. എടാ നീ എടാ പറഞ്ഞത്. വാസ്കോ അവന് ഇനി കാണുവാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാം. ഇവര് കൂടെ ഉള്ള ആളായിരിക്കത്തില്ല ചിലപ്പോ. നോക്കാം. എടാ ഞാൻ പറഞ്ഞുതരാം. ഇവരിപ്പോ നിങ്ങൾ വന്ന് നോക്കിയ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവരെ മനസ്സിൽ ഇത് കിടക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ മെമ്പേഴ്സിനോട്. അപ്പൊ അവര് ഓൾറെഡി നിങ്ങൾ വന്ന് പറഞ്ഞിട്ടില്ല, സംഭവം സംസാരിച്ചിട്ടില്ല. അപ്പൊ അവരെന്തായാലും ആ രീതിയിൽ എടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ വരികയാണെങ്കിൽ എന്തായാലും അങ്ങോട്ട് വരാൻ അവനായിട്ട് ഞാൻ പറഞ്ഞില്ല. അതാണ് അവരെത്തിയിട്ടില്ല. അതാരാ നമുക്ക് അർത്ഥം അറിഞ്ഞൂടാ. ഞാൻ അത് അപ്പോഴും പറഞ്ഞു. അവിടെ എന്താ ഒഴിവാക്കി.